ഗുജറാത്തിന്റെ കളി കണ്ടല്ലോ അല്ലെ? പണ്ടോട്ടെ ക്രിക്കറ്റിൽ പറഞ്ഞോട്ടെ ഒരു ഡയലോഗ് ഉണ്ട്, ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് GTന്റെ ഒരു കംബാക്ക് അതൊരു ഒന്നൊന്നര കംബാക്കാണ്. 2026 IPLന്റെ ആദ്യത്തെ 2 കളികളിൽ രാജസ്ഥാനോടും പഞ്ചാബിനോടും തോറ്റു തുടങ്ങിയതിനു ശേഷം ഇന്ന് അതേ രാജസ്ഥാനും പഞ്ചാബിനെയും തിരിച്ചടിച്ച് ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ തിരിച്ച് തോൽപ്പിച്ചതിന് ശേഷം ടേബിളിന്റെ 2ാം സ്ഥാനക്കാര് ഇതുവരെയുള്ള ടോപ്പ് 4നെ താഴോട്ടിറക്കി വിട്ടിട്ട് 2ാം സ്ഥാനം പിടിച്ചു എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു കംബാക്ക് ആണോ? ഇന്നത്തെ കളിയില് രാജസ്ഥാന ടാക്ടിക്കൽ ബ്രില്യൻസ് കൊണ്ട് വെലിഞ്ഞു മുറുക്കിയ ഒരു GTനെ നമുക്ക് കാണാൻ സാധിച്ചു. ഈ സീസണിൽ ഉടനീളം നമ്മൾ കണ്ടിട്ടുള്ള ഹാർഡ് ഹീറ്റിംഗ്, അല്ലെങ്കിൽ ആദ്യത്തെ ഓവറിൽ തന്നെ എതിരാളികളെ വെലിഞ്ഞു മുറുക്കിയിട്ട് മാക്സിമം റണ്ണ് പവർ പ്ലേയിൽ സ്കോർ ചെയ്യുക എന്നുള്ള ഒരു തന്ത്രം, ടാക്ടിക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു വെച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി, തങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണോ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇന്ന് GT കളിച്ചൊരു കളിയുണ്ട്. ഓൾമോസ്റ്റ് ഒരു 6 ഓവർ ആകുമ്പോഴേക്ക് 82 റണ്ണ്, 0 വിക്കറ്റ്, 100+ പാർട്ണർഷിപ്പ്. ഈ IPLൽ ഓൾമോസ്റ്റ് എല്ലാ ടീമിനും ബാറ്റിംഗ് ലൈനപ്പ് അത്രമാത്രം സ്ട്രോങ് എന്ന് പറഞ്ഞാൽ 8ാം നമ്പറിൽ ഇറങ്ങുന്ന പ്ലെയർ വരെ ബാറ്റിംഗിന് കേപ്പബിലിറ്റി, അല്ലെങ്കിൽ ബാറ്റിംഗിൽ മികച്ച ഹാർഡ് ഹീറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ GTയിൽ ടോപ്പിൽ കളിക്കുന്ന 3 സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാര്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ വെക്കാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാര്, ബാക്കിയുള്ളതാണെങ്കിലോ ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. ഇങ്ങനെ ഒരു ബാറ്റിംഗ് ലൈനും വെച്ചിട്ട് ഈ സീസണിൽ 2026 IPLന്റെ സീസണിൽ 11 കളി കഴിയുമ്പോഴേക്ക് 2ാം സ്ഥാനത്തേക്ക് GT എത്തിയിട്ടുണ്ടെങ്കിൽ അത് വെറും GTന്റെ വിജയമല്ല, ക്രിക്കറ്റിന്റെ വിജയം. ഇപ്പോഴത്തെ ഈ ഒരു സെറ്റപ്പിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് പ്ലെയറും കൂടി വരുമ്പോൾ ക്രിക്കറ്റ് ഒരുപാട് രീതിയിലേക്ക് മാറിപ്പോയി. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള പവർ പ്ലെയർ അടിക്കുന്ന ആദ്യത്തെ ഒരു 6 ഓവറിൽ ക്ലാസും മാസും എല്ലാം ചേർന്നിട്ടുള്ള ഒരു IPL അല്ല ഇപ്പോൾ. എത്രത്തോളം എതിരാളികൾക്കെതിരെ ആദ്യത്തെ 6 ഓവറിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം സ്ലോ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ഹാർഡ് ഹീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു കളി അതല്ല ഇവിടെ കണ്ടത്. ഇവിടെ വേണ്ട സമയത്ത് അടിച്ചിട്ട് ഇന്നർ റിങ്ങിന്റെ മുകളിലോട്ട് ബോൾ പറത്തുന്നതിനല്ല കാര്യം, അവിടെയുള്ള ഗ്യാപ്പുകളിലോട്ട് സ്ട്രെയിറ്റ് ആയിക്കോട്ടെ, കവർ ഡ്രൈവ് ആയിക്കോട്ടെ, ഫ്ലിക്ക് ആയിക്കോട്ടെ, അതേപോലെ തന്നെയുള്ള സ്ലോഗിങ് ആയിക്കോട്ടെ, ഇവർക്കുണ്ട്, ലോഫ്റ്റ് ഡ്രൈവ്സ് ഉണ്ട്. പക്ഷെങ്കിൽ ക്ലാസിക് ബാറ്റിംഗ് ആ ഒരു അടിത്തറയെന്ന് പിന്നീട് അതിശക്തമായ ഡെത്ത് ഓവർ ബാറ്റിംഗ് ഇല്ലെങ്കിൽ കൂടി 228 എന്ന സുശക്തമായ ഒരു സ്കോർ. പക്ഷെ രാജസ്ഥാൻ അറിയുന്ന എല്ലാവരും വിചാരിച്ചു ഇത് വൈഭവിന്റെ ജയ്സ്വാളിന്റെ ഒരു വെടിക്കെട്ടി ബാറ്റിങ്ങിനുള്ള റണ്ണ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ നിന്നില്ല. ബോളിങ്ങിന് ഇറങ്ങിയ GTന്റെ ബ്രില്യൻസ്, വൈഭവ്, ജയ്സ്വാൾ, ഹെഡ്മേയർ 3 ആളെയോ എടുത്ത ഒരേ പ്ലാൻ. ആ പ്ലാനിന്റെ മുന്നിൽ രാജസ്ഥാനോ സംഘക്കാരേക്കോ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജയ്സ്വാളിനോ പറയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അടക്കമുള്ള ജോർല്, അതേപോലെ തന്നെ ആർച്ചർ, അതിനുശേഷം വന്ന പെരേര, എല്ലാവരും എന്തൊക്കെയോ ട്രൈ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ കൂടി പിന്നീട് GT ഒരു നിമിഷം പോലും രാജസ്ഥാന് കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചാൻസേ കൊടുത്തിട്ടില്ല.